വളരെക്കാലമായി സഭയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് പോലും ജീവവൃക്ഷത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തുനിന്നും മുളപ്പിച്ചു. ഏദനിലെ ജീവവൃക്ഷത്തിന് എന്തുതരം പ്രയോജനമാണുള്ളത്? അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്നു കൽപ്പിച്ചു. ജീവവൃക്ഷത്തിന്റെ പ്രയോജനം നിത്യജീവനാണ്. എന്നിരുന്നാലും ആദാമിനും ഹവ്വായ്ക്കും ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല, കാരണം അവർ പാപം ചെയ്തു. ജീവവൃക്ഷത്തിലേക്കുള്ള വഴി തടഞ്ഞത് ദൈവമാണ്, അതിനാൽ അവർക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പാപികൾക്ക് ജീവവൃക്ഷം നൽകാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പാപികൾക്ക് നിത്യജീവൻ നൽകുന്നതിനായി ജീവവൃക്ഷവുമായി ഒരു മനുഷ്യനായി ദൈവം ഈ ഭൂമിയിലേക്ക് വന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയിർത്തെഴുന്നേൽപ്പിക്കും. യേശുവിന്റെ മാംസവും രക്തവുമാണ് നിത്യജീവൻ നൽകുന്ന ജീവവൃക്ഷം. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെയാണ് യേശുവിന്റെ മാംസവും രക്തവും, അതായത് ജീവവൃക്ഷം, ഭക്ഷിക്കുവാൻ സാധിക്കുക? വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു. എല്ലാവരും ഇതിൽ നിന്നു കുടിപ്പിൻ. ഇത് അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. പുതിയ നിയമത്തിന്റെ പെസഹ ആചരിക്കുന്നവൻ നിത്യജീവൻ ഉണ്ടായിരിക്കും. എന്നിരുന്നാലും പുതിയ നിയമത്തിന്റെ പെസഹ കോൺസ്റ്റന്റീൻ ചക്രവർത്തി നീക്കിക്കളഞ്ഞു. ജീവവൃക്ഷമായ പുതിയ നിയമത്തിന്റെ പെസഹയില്ലാതെ നിത്യജീവൻ ഇല്ല. തനിക്കായി കാത്തുനിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതു പ്രത്യക്ഷനാവും. നഷ്ടപ്പെട്ട ജീവവൃക്ഷത്തെ പുനഃസ്ഥാപിക്കുവാനായി ദൈവം രണ്ടാമതും ഈ ഭൂമിയിലേക്ക് വന്നു. ദൈവം രണ്ടാമത് വരുമ്പോൾ എന്തുകൊണ്ടുവരണം എന്നാണ് നിങ്ങൾ കരുതുന്നത്? ദൈവത്തിന് മാത്രം നൽകാൻ കഴിയുന്ന പുതിയ നിയമത്തിന്റെ ജീവവൃക്ഷത്തിന്റെ പെസഹ അവിടുന്ന് നമുക്കായി കൊണ്ടുവന്നിരിക്കുന്നു. പുതിയ നിയമത്തിന്റെ പെസഹയിലൂടെ മരണത്തെ നശിപ്പിച്ചുകൊണ്ട് നമുക്ക് നിത്യജീവൻ നൽകുന്ന ക്രിസ്തു അൻസംഗ് ഹോങ്ങിൽ നാം വിശ്വസിക്കുന്നു. ക്രിസ്തു അൻസംഗ് ഹോങ് നമുക്ക് നൽകുന്ന പുതിയ നിയമത്തിന്റെ പെസഹയായ ജീവവൃക്ഷത്തിന്റെ വിരുന്ന് ആചരിക്കുകയും നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യുക. അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെയത്രേ നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും. സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും ഇഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്നു കഴിക്കും. അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും.